നമ്മുടെ ഇൻഡസ്ട്രിയിൽ എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ ISRO, ബ്രഹ്മോസ് പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് വെരി ഹാർഡ് ആൻഡ് ടഫ് ആൻഡ് മെറ്റീരിയൽസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത്തരം ഹാർഡ് ആൻഡ് ടഫ് ആൻഡ് മെറ്റീരിയൽസ് മെഷീൻ ചെയ്യാനുള്ള ടെക്നോളജീസ് കേരളത്തിൽ വളരെ കുറവാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് കുറച്ചുണ്ട്, കൊച്ചിയിൽ കുറച്ചുണ്ട് എന്നല്ലാതെ ഒരു എൻജിനീയറിംഗ് ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ട കാര്യങ്ങളൊന്നും കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പായി വരുന്നില്ല. എന്നാൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ ISRO പോലുള്ള സ്ഥലങ്ങളിലൊക്കെ 1500 കോടി 2000 കോടി രൂപയുടെ പ്രോഡക്റ്റ് അതർ സ്റ്റേറ്റിലാണ് മാനുഫാക്ചർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ, ആന്ധ്രയിലെ, കർണാടകത്തിലെ, നോർത്തിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്ത് കേരളത്തിൽ ഇത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. കേരളത്തിൽ ഉണ്ടാക്കണമെങ്കിൽ കേരളത്തിലുള്ള മെഷീനിങ് CNC ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ CNC മെഷീനിങ് ഫീൽഡ് ഡെവലപ്പ് ചെയ്ത് വരണം. അത് ഡെവലപ്പ് ചെയ്യാൻ ഇവിടെ ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന ലെവലിലേക്കൊന്നും നമ്മൾ കാര്യമായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോയമ്പത്തൂർ നിങ്ങൾ നോക്കിയാൽ, കർണാടകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുടിൽ വ്യവസായം പോലെ CNC മെഷീൻസ് യൂസ് ചെയ്ത് ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന അവസ്ഥയാണ്. നമ്മൾ ചൈനയിലേക്ക് നോക്കൂ, ചൈനയിൽ അതുണ്ടാക്കുന്നു ഇതുണ്ടാക്കുന്നു എന്ന് പറയാമെന്നല്ലാതെ നമ്മുടെ നാട്ടിൽ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഇപ്പം നമ്മൾ വളരെ പൂറായിരുന്ന കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയും അതുപോലെ ഡെവലപ്പ് ചെയ്ത് വരണം. ഈ ഡെവലപ്പ് ചെയ്ത് വന്നാലേ നാട്ടിൽ ഇതുപോലെ കമ്പനീസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല നല്ല കമ്പനീസൊക്കെ നോക്കിയാൽ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും കിടക്കുന്നത്. ഇവിടെ അങ്ങനത്തെ പ്രൊഡക്ഷൻ പ്രൈവറ്റ് മേഖലയിൽ സർക്കാർ മേഖലയിൽ 2-3 ഉണ്ട് ഓക്കെയാണ്. പക്ഷേ പ്രൈവറ്റ് മേഖലയിൽ അങ്ങനത്തെ ഇൻഡസ്ട്രീസ് വരുന്നില്ല. വരാത്തതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർക്ക് അതിൻ്റെ അവയർനെസ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിപ്പോഴും എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കുക, അത് കവിഞ്ഞ് നമ്മളൊരു ഹൈ ലെവൽ ഇൻഡസ്ട്രീസ്, ഹൈ ലെവൽ ടെക്നോളജി, നാട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി അനുസരിച്ചുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പബ്ലിക്കിന് അതിൻ്റെ അവയർനെസ് ഉണ്ടാവണം. ആ പബ്ലിക്കിന് അവയർനെസ് ഉണ്ടാകുന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോഴേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഈ HPMT എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോഡക്റ്റ് മലേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് ഒരു ഹൈ എൻഡ് പ്രോഡക്റ്റ് ആണത്. കുറച്ച് കോസ്റ്റ് വൈസും കുറച്ച് കൂടുതലാണ്. പക്ഷേ ഇങ്ങനത്തെ ടൂൾ ഉണ്ടെങ്കിലേ ഈ ടൈറ്റാനിയം പോലുള്ള മെറ്റീരിയൽസ് മെഷീൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല സാധാരണ HSS ടൂൾസൊന്നും ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഹൈ എൻഡ് ടൂൾസ് നമ്മളിവിടെ സെല്ല് ചെയ്തിട്ട് കുറച്ച് നമ്മുടെ ISRO പോലുള്ള ഭാഗത്തു നിന്ന് സബ് കോൺട്രാക്ട് കൊടുത്ത് വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ എറണാകുളം ഭാഗത്തുണ്ട്, ട്രിവാൻഡ്രം ഭാഗത്തുണ്ട്. അത്തരം ആൾക്കാർക്ക് അതിൻ്റെ യൂട്ടിലിറ്റി കിട്ടാൻ വേണ്ടി കൊണ്ടുകൂടിയാണ് നമ്മൾ ഈ സാധനം ഇവിടെ ഈ സ്റ്റാൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ട്. പബ്ലിക്കായിരിക്കും അവയർനെസ് വന്നുകൊണ്ടിരിക്കുന്നു. ചില ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. എന്നാൽ ഞാൻ കുറേ കാലമായിട്ട് ഇവിടെ ഉള്ള ഒരാളാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതൊന്നും ഇവിടെ ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെയാണ് ഇവിടെ ഒരു CNC മെഷീൻ, ഇപ്പോൾ അപ്പുറത്തൊരു CNC മെഷീൻ്റെ ഒരു എക്സ്പോ വന്നിട്ടുണ്ട്. ടൂളിങ്ങിന് ഞങ്ങൾ മാത്രമേ ടൂളിങ്ങും വന്നിട്ടുള്ളൂ. അപ്പോൾ ആക്ച്വലി നിങ്ങൾ ഇൻടെക് പോലെ കോയമ്പത്തൂരോ ബാംഗ്ലൂരോ ഇൻടെക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പരിശോധിച്ചാൽ അവിടെ 100 ഹാളുണ്ടെങ്കിൽ അതിൽ 50 എണ്ണം ഡയറക്റ്റ്ലി ടെക്നിക്കൽ ഹാളായിരിക്കും. ഇപ്പോഴും നമ്മൾ ഹൗസ് ഹോൾഡ് ഐറ്റംസും അതും ഇതും ചില്ലറ വല്ല മലര് പൊടിക്കുക, അവില് പൊടിക്കുക, ഈ ലെവലിലേക്കുള്ള മോശമായിട്ട് പറയല്ലേ ഞാൻ. ഇത് നമ്മുടെ നാടിൻ്റെ ആവശ്യകത അനുസരിച്ചുള്ള ടെക്നോളജി ഡെവലപ്മെൻറ്റ്സ് നാട്ടിൽ വരേണ്ടിയിരിക്കുന്നു. അത് വരണമെങ്കിൽ ആൾക്കാർക്ക് അവയർനെസ് ഉണ്ടാവണം. ഇങ്ങനത്തെ ടൂൾസ് ഉണ്ടെന്നും ഇങ്ങനൊരു ഫീൽഡ് ഉണ്ടെന്നും പബ്ലിക്കിന് മനസ്സിലാവണം. കൂടുതൽ പൈസയൊക്കെ ആൾക്കാരിലുണ്ട്, പക്ഷേ അത് ഇറക്കുന്ന ടെക്നോളജിക്കൽ ആ നോളജ് ആൾക്കാർക്ക് വന്നിട്ടില്ല. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായുള്ള നോളജ് പബ്ലിക്കിലോട്ട് വരണമെങ്കിൽ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുക്കണം എന്നുള്ള അഭ്യർത്ഥന എനിക്കുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത്തരം സാധനങ്ങളെ പറ്റി ആൾക്കാർക്ക് അവയർ ഉണ്ടാവും. ഇത് എന്താണെന്ന് ചോദിക്കുന്ന ആൾക്കാരെ കൂടുതൽ കാണും. നിങ്ങൾ കോയമ്പത്തൂരോ ബാംഗ്ലൂരിലോ പോയി ഇങ്ങനെ എക്സ്പോ പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന ആൾക്ക് 1-2 പേരൊക്കെ ചോദിക്കാം. ഇവിടെ ചോദിക്കുന്നത് 90% ആൾക്കാർ ഇതെന്താ അതൊന്നും മനസ്സിലായത്, ഇത് ഡ്രില്ലാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു ലെവലിൽ നിന്നും നമ്മൾ മാറണം എന്നുള്ളത്. ആ മാറുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു ടെക്നിക്കൽ ഇത് ഇൻഡസ്ട്രീസ് പർപ്പസ് ആണെന്ന് കോയമ്പത്തൂരൊക്കെ ഞാൻ കണ്ടതാണ്. കൊച്ചു കുട്ടികൾ അത് ഇൻഡസ്ട്രിയൽ സാധനങ്ങളാണ്. കാരണം അങ്ങനെ ഒരു കൾച്ചറിലോട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ടെക്നിക്കൽ നോളജ് കുറവാണ്. ആൾക്കാർ കമ്പനി കണ്ടിട്ടില്ല, എന്താണ് ഇൻഡസ്ട്രി എന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ കാര്യം കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. ആ ഒരു ലെവലിലേക്കുള്ള നോളജ് വരുമ്പോഴാണ് രാജ്യം ഡെവലപ്പ് ആവുന്നത്. നമ്മൾ ചൈനയ്ക്ക് നോക്കൂ അല്ലെങ്കിൽ ജപ്പാനിൽ നോക്കൂ എന്ന് പറയുന്ന പോലെ ഇന്ത്യയെ നോക്കൂ എന്ന് പറയുന്ന ഒരു കൾച്ചർ വരണമെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യകത ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ പബ്ലിക്കിലോട്ട് മനസ്സിലാക്കി കൊടുക്കും. തൊഴിലില്ലാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഈ തൊഴിലില്ലാതെ നടക്കുന്ന പലർക്കും ഗവൺമെൻറ് ഒരുപാട് പഠിക്കാൻ വേണ്ടി ലോൺ കൊടുക്കുന്ന പോലെ ഞാൻ പറഞ്ഞാൽ അവനൊരു തൊഴിൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അത് ചെയ്ത് കൊടുക്കുമ്പോഴേ അത്ര ഇൻഡസ്ട്രീസ് വളരുള്ളൂ. നമ്മളെ സംബന്ധിച്ചോളം ഒരാൾക്ക് ചുമ്മാ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ പ്രോഡക്റ്റിന് റേസിൻസിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാ സപ്പോർട്ടും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഇതിൻ്റെ ബയേഴ്സിൻ്റെ എണ്ണം കൂടുന്നില്ല, കേരളത്തിൽ കൂടുന്നില്ല. എനിവേ താങ്ക് യു ഫോർ യുവർ ഇൻ്റർവ്യൂ. ഓക്കെ.